പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കീം കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ, ആർക്കിടെക്ചർ അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഇന്നു മുതൽ ഏപ്രിൽ 17 വരെയാണ്. ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ആക്റ്റീവ് ആയാൽ അത് താഴെ ലിങ്കായി നൽകുന്നതായിരിക്കും. കേരളത്തിലെ കോളേജുകളിൽ വിവിധ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ, അതുപോലെ തന്നെ ഫാർമസി, ബിഫാം അഡ്മിഷൻ, കൂടാതെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ, ഇതിലേക്കെല്ലാം അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ഇപ്പോൾ ഈ ഒരു കീം വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകി ജൂൺ 1 മുതൽ 9 വരെ നടത്തപ്പെടുന്ന കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതാണ്. കൂടാതെ പിന്നീട് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ +2 സ്കോർ അപ്ലോഡ് ചെയ്ത് നൽകുകയും വേണം. ഫാർമസി, ബിഫാം അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ആപ്ലിക്കേഷൻ നൽകിയ ശേഷം പിന്നീട് കേരള എൻട്രൻസിൻ്റെ പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അറ്റൻഡ് ചെയ്യേണ്ടതാണ്. +2 സ്കോർ പിന്നീട് അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ MBBS, BDS ഉൾപ്പെടെ വിവിധ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ഇതിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. കൂടാതെ നീറ്റ് എക്സാമിനേഷൻ, ഓൾ ഇന്ത്യ തലത്തിൽ നടത്തപ്പെടുന്ന മെഡിക്കൽ എൻട്രൻസ് ആയിട്ടുള്ള നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. കൂടാതെ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ പിന്നീട് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുകയും വേണം. ഇനി BArch കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ആണ് എങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകിയ ശേഷം ഓൾ ഇന്ത്യ തലത്തിൽ നടത്തപ്പെടുന്ന നാറ്റ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. കൂടാതെ അവർ പിന്നീട് നാറ്റ എക്സാമിൽ ലഭിച്ച സ്കോറും കൂടാതെ അവരുടെ +2 സ്കോറും ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുകയും വേണം. കീം ആപ്ലിക്കേഷൻ വഴി BTech, BArch, ബിഫാം കോഴ്സുകൾക്ക് പുറമെ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വിവിധ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, വെറ്റിനറി, ഫിഷറീസ് കോഴ്സുകളിലേക്ക് അങ്ങനെ 15ഓളം കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് എത്ര വരും എന്നുള്ള കാര്യം നോക്കാം. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും അപ്ലൈ ചെയ്യാൻ 700 രൂപയാണ് വരിക. SC വിഭാഗക്കാർക്ക് 300 രൂപയും ST വിഭാഗക്കാർക്ക് ഫീസ് നൽകേണ്ടതുമില്ല. ഇതിൽ നിങ്ങൾ എഞ്ചിനീയറിംഗിന് മാത്രം അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ ഫാർമസിക്ക് മാത്രം അപ്ലൈ ചെയ്താലും 700 രൂപ നൽകേണ്ടി വരുന്നതാണ്. മെഡിക്കൽ അതുപോലെ ആർക്കിടെക്ചർ വിഭാഗത്തിനാണ് ആപ്ലിക്കേഷൻ നൽകുന്നത് എങ്കിൽ 500 രൂപയാണ് ഫീസ് വരിക. SC വിഭാഗത്തിന് 200, ST വിഭാഗത്തിന് ഫീസ് ഒന്നുമില്ല. ഇതിലേതെങ്കിലും ഒന്നിന് മാത്രം അപ്ലൈ ചെയ്താലും 500 രൂപ തന്നെ നൽകേണ്ടി വരുന്നതാണ്. ഇനി എല്ലാ വിഭാഗം കോഴ്സിലേക്കും എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ, ആർക്കിടെക്ചർ 4 വിഭാഗത്തിനും കൂടി ഒരുമിച്ച് ആപ്ലിക്കേഷൻ നൽകുകയാണ് ണെങ്കിൽ 900 രൂപയാണ് ഫീസ് വരിക. SC വിഭാഗത്തിന് 400 രൂപയും ST വിഭാഗത്തിന് ഫീസൊന്നും നൽകേണ്ടതുമില്ല. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളും ഡീറ്റെയിൽസുകളും നോക്കാം. മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം, വിദ്യാർത്ഥിയുടെ ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, അതുപോലെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. കൂടാതെ നിങ്ങൾ കേരളീയനാണ് എന്ന് തെളിയിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ബർത്ത് പ്ലേസ് ഉണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ട രേഖയും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതിന് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടാതെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അതും മതിയാകുന്നതാണ്. ഇനി റിസർവേഷൻ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകളാണ്. ഇത് അപ്ലോഡ് ചെയ്ത് നൽകാൻ ഏപ്രിൽ 24 വരെ സമയം അനുവദിക്കുന്നതാണ്. OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. ഇത് നിങ്ങൾക്ക് അക്ഷയ വഴിയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് വഴിയും ലഭിക്കുന്നതാണ്. ഇത് കേരള വിദ്യാഭ്യാസ ആവശ്യത്തിന് എടുത്തതായിരിക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ ആവശ്യത്തിന് അതുപോലെ അതായത് നീറ്റിനൊക്കെ എടുത്തത് അപ്ലോഡ് ചെയ്ത് നൽകാൻ പാടുള്ളതല്ല. ജനറൽ വിഭാഗത്തിൽ വരുന്ന പിന്നോക്കക്കാരായിട്ടുള്ള അതായത് EWS വിഭാഗം വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഇനി SC/ST വിഭാഗം വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കാസ്റ്റ് അതായത് കമ്മ്യൂണിറ്റി ജാതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. OEC വിഭാഗം വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. NCL സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത OEC വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി റിസർവേഷൻ ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സുകൾ ഓരോ വിഭാഗവും അപ്ലോഡ് ചെയ്ത് നൽകണം. അത് നൽകിയിട്ടില്ല എങ്കിൽ അവരെ ജനറൽ വിഭാഗത്തിലായിരിക്കും പരിഗണിക്കുക. റിസർവേഷനൊന്നും ലഭിക്കുന്നതല്ല. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ, ആർക്കിടെക്ചർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.